ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോയുടെ പാഷനാണ് വണ്ടി. ആ നിലയിൽ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാനും അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് കയറി ജാമാവുണ്ട്, അതേപോലെ കണ്ണാടി പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ 1-2 കംപ്ലൈൻ്റ് ആയിട്ടുള്ള കയറിയേക്കണത് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുന്ന സമയത്ത് ചെയിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്, ചെയിൻ അടിക്കണ സൗണ്ട്. അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ചെയിൻ മാക്സിമം വലിച്ച് തീർന്നേക്കാണ് കേട്ടോ, മാക്സിമം എൻഡിലേക്ക് വലിച്ചിട്ടേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റും, ഒന്നുമല്ല അത് മാറ്റി കളയണം, അതല്ലെങ്കിൽ ഒരു കണ്ണി എടുത്തിട്ട് ചെയിൻ കുറച്ച് കയറ്റി നിർത്തണം. അപ്പോൾ നിലവിൽ സ്പോക്കറിൻ്റെ കണ്ടീഷൻ വലിയ പ്രശ്നമില്ല, അതുകൊണ്ട് നമ്മൾ ചെയിൻ കണ്ണി എടുത്തിട്ട് ഒരല്പം കയറ്റിയിട്ട് മാക്സിമം ഉപയോഗിക്കാവുന്ന കണ്ടീഷനിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഓയിൽ ഒരല്പം കുറവുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ടോപ്പ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് ലൈൻഡറൊക്കെ തീർന്നിട്ട് മാക്സിമം ക്യാമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ബ്രേക്ക് കയറി ജാമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ ബ്രേക്ക് ലൈൻഡർ മാറ്റി പുതിയ ലൈൻഡർ ഇടണം, എന്നാലാണ് നമുക്ക് ആ ബ്രേക്കിൻ്റെ കേസ് സോൾവ് ആവുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈ ഓയിൽ കേസ് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, നമുക്ക് ഒരു 150-200 മില്ലിയോളം കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്ത് വിടാം. പിന്നെ ഈ സൈഡിൽ റൈറ്റ് സൈഡിലെ കണ്ണാടി പൊട്ടി പോയിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റാനുണ്ട് കേട്ടോ. അത്രയായിട്ടാണ് നമ്മൾ ചെയ്യണത്. പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുക, ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ മാറ്റുന്നുണ്ട്, ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്, റൈറ്റ് സൈഡ് കണ്ണാടി മാറുന്നുണ്ട്, ചെയിൻ സ്പോക്കറ്റ് മാക്സിമം വലിച്ചു തീർന്നത് കൊണ്ട് തന്നെ ഒരു കണ്ണി എടുത്ത് കട്ട് ചെയ്തിട്ട് കുറച്ച് കയറ്റി ചെയിൻ പിടിപ്പിച്ചതിന് ശേഷം ചെയിൻ ഒന്ന് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. അത്രയും വർക്കാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ അങ്ങനെ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ. ഓക്കെ.